അതായത് ഇവിടെ സമയം രാത്രി 1:35. ഇന്ന് ശനിയാഴ്ച 5-ാം തീയതി. നാളെ നീ എന്നെ വിളിക്കും, പക്ഷെ എനിക്ക് അർജൻറ്റായിട്ട് നിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് നാളെ വിളിക്കുമ്പോൾ ഇത്ര സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമല്ലോ. കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇത്രയും കാലം പ്രേമിച്ച് ഇങ്ങനെ നടക്കുന്നു, കോളേജ് ലെവൽ കളി ചിരി ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇനി സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നാളെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പം എൻ്റയർലി ഡിഫറെൻ്റാണ്. രണ്ടുപേരുടെ ഫാമിലി നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെ പറയുമെങ്കിലും കല്യാണം കഴിയുന്ന സിസ്റ്റം, ഡൗറി ഈസ് ദ മെയിൻ തിങ്. ഇത് കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം അമ്മേനെ ചേച്ചിയില്ലേ മിനി ആൻറ്റിയുടെ മക്കളും കൊല്ലത്താണ്. പിന്നെ പലരും കൊല്ലത്ത് നിന്ന് ഈ ഫ്രണ്ട്സുണ്ട്, നമ്മളവിടെയാണ് പഠിച്ചത്. പിന്നെ അലീഷ, അതുപോലെ തന്നെ ഫൈസലിക്ക, ഇവരെല്ലാം ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. എല്ലാവരും പറഞ്ഞു കേട്ട് എനിക്കൊരു ധാരണയുണ്ട് കൊല്ലം ട്രിവാൻഡ്രം സൈഡിൽ എങ്ങനെയാണ് കല്യാണങ്ങൾ നടത്താറ്. ഡൗറി ഡയറക്റ്റ് ചോദിക്കാതെ എങ്ങനെ പറയും എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മകൻ ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും. അത് നിങ്ങളുടെ സൈഡിലേക്കുള്ള ഫാൾട്ട് എന്നല്ല, അത് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. തലേദിവസം ബുക്കിൽ എഴുതി വെക്കുക, ലൈക്ക് ഇങ്ങനെ ഇന്ന ആൾ ഇത് ഈ വീട്ടിൽ പേരിലുള്ള ആൾ ഇത്ര വയസ്സ് വന്നു, എന്നിട്ട് അവരുടെ വീട്ടിലൊരു പരിപാടി വരുമ്പം നിങ്ങൾ അവർക്ക് അത് കൊണ്ടു കൊടുക്കും. അങ്ങനെയല്ലേ? ഇതാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു സിസ്റ്റം. അതൊന്ന് തലേദിവസം ഇങ്ങനെ പൈസ കൊടുക്കുന്നതും കൊടുക്കുക, തിരിച്ചു വാങ്ങുക, അതൊരു നിർബന്ധമായിട്ട് പേരെഴുതി വെക്കുന്ന ഒരു പരിപാടി. പിന്നെ കല്യാണം നടത്തുമ്പോൾ 25 പവൻ 50 പവൻ, അതിൻ്റെ കൂടെ ഒരു കാറ്. പെൺകുട്ടികൾക്ക് സ്ത്രീധനം വെച്ച് പറയാം, അല്ല എത്ര സ്വർണം വെച്ചിട്ട് എത്ര കൊടുക്കും. അത് നിങ്ങളുടെ സൈഡിൽ മെയിനായിട്ട് കൊല്ലം ട്രിവാൻഡ്രം നായന്മാരുടെ വീട്ടിൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഇനി ഞങ്ങളുടെ സൈഡിലേക്ക് പറയാം. നമ്മുടെ അവിടേക്ക് സ്ത്രീധനത്തിൻ്റെ എസ് പോലും അവിടെ ആരും പറയില്ല. സ്ത്രീധനം എന്ന് ഇപ്പോൾ ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് കാണാൻ വന്നിരുന്നിട്ട് നിങ്ങൾ എത്ര കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര സ്ത്രീധനം കൊടുക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണമേ വേണ്ടെന്ന് പറയുകയും ചെയ്യും, അവിടെ നാട്ടി ഇറക്കുകയും ചെയ്യും. കാരണം ഒരു ഡൗറി അല്ലെങ്കിൽ ഒരു സെയിൽസിന് വെക്കുന്ന രീതിയിലാണ് നിങ്ങൾ വന്ന് ചോദിക്കുന്നത്. പെൺകുട്ടീനെ തരാൻ നിങ്ങൾ എത്ര കൊടുക്കും, അങ്ങനെയൊക്കെ രീതിയിൽ കാണുകയാണെന്നുള്ള ഇത് വരും. നമ്മുടെ അവിടെ ഇപ്പോൾ ചേട്ടൻ്റെ മോളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ അല്ല അനിയനൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ മോളുടെ കല്യാണം നടക്കുമ്പം അനിയനിപ്പോൾ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും അവർ പോകും. പക്ഷേ താഴ്നാട്ടിലേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം, നിങ്ങളൊന്നും തന്നില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ പ്രശ്നവും. പക്ഷെ ഇവിടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൊടുക്കില്ല, എഴുതി വെക്കില്ല. പിന്നെ സ്ത്രീധനമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുപ്പിക്കുകയില്ലേ പിന്നെ അവരെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ മുകൾനാടും താഴ്നാടും തമ്മിൽ കല്യാണങ്ങൾ അധികം നടത്താത്തത്. നമ്മുടെ ഒരു ഡിഫറെൻറ്റ് കേസാണല്ലോ. അതുപോലെ തന്നെ ഈ ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചക്കര ചേച്ചീൻ്റെയും കുഞ്ചീൻ്റെയും അമ്മച്ചീൻ്റെയൊക്കെ പെണ്ണ് കാണലും അവർ സംസാരം കണ്ടിട്ടുള്ള ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ അപ്പം ചക്കര ചേച്ചി കുഞ്ചി ഇവർ രണ്ടുപേരും നായന്മാരെ തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷേ അവരൊക്കെ വന്ന് കല്യാണം ആലോചിക്കുമ്പോഴും ഇപ്പം അവരൊന്നും ചോദിച്ചിട്ടേ ഇല്ല, എന്ത് കൊടുക്കും, എത്ര തരും, സ്ത്രീധനം എന്താണ്, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കാരണവന്മാർ അങ്ങോട്ട് പറയും 1 രൂപ പോലും നമ്മൾ തരില്ല, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്ന് വെച്ചാൽ 1 രൂപ പോലും കൊടുക്കാതെ വിടുന്നല്ല, അവരെ കൊണ്ട് പറ്റണമല്ല 5-10 പവൻ എന്താ ഉള്ളത് അത് പെറുക്കി കൂട്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ കെട്ടിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ അവിടുത്തെ പോലെ ഒരു സ്ത്രീധനം ഇത്ര കാര്യങ്ങൾ അങ്ങനെ സാധനമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പം ഫാമിലി ഇൻവോൾവ് ആകുമ്പം കുടുംബക്കാർ വരുമ്പോൾ അതൊരു കല്യാണം ആകുമ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ വരും. എന്തുകൊണ്ടാണ് ഞാനിത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറയാൻ കാരണം, നമ്മൾ രണ്ടുപേരുടെയും ഫാമിലീൻ്റെ ഫുൾ ബ്ലെസ്സിങ്ങോടെ വേണം നമ്മൾ കല്യാണം നടത്താൻ. അവർ ഓക്കെ ആയിരിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ തിങ്ക് ചെയ്യുമ്പം എൻ്റെ മൈൻഡിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ഞാനിരുന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ചേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചില്ലേ, ചേട്ടൻ കല്യാണം കഴിക്കുന്നത് തൊട്ടപ്പുറത്തെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ചേച്ചീൻ്റെ. അവരാണെങ്കിൽ നല്ല വലിയ നായർ ഫാമിലി.
ആ ചേച്ചിക്കാണെങ്കിൽ എന്തായാലും നല്ല സ്ത്രീധനം കൊടുത്തേ കെട്ടിക്കത്തുള്ളൂ. അവർ ഒറ്റ മോളൊക്കെ അല്ലേ. അപ്പോൾ അവരിങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ ആയിരിക്കും കെട്ടിക്കുന്നത്. അപ്പം മൂത്ത മോൻ ഇത്ര കിട്ടും. അത് കഴിഞ്ഞ് നിൻ്റെ കല്യാണം വരുമ്പോഴും അവരെല്ലാവരും നിൻ്റെ കല്യാണം നടത്തുമ്പോഴും മേ ബി നിൻ്റെ പാരൻസ്, നിങ്ങളുടെ കുടുംബം ഇങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജനറലായിട്ട് ഉള്ള ആൾക്കാരുടെ ക്യാരക്ടറാണ് പറയുന്നത്. അപ്പം അവർ ഓക്കെ അനിയന് ചേട്ടന് എത്ര കിട്ടും, അപ്പം അനിയനും എല്ലാവരും ഒരു എത്ര കിട്ടും, എത്ര സ്ത്രീധനം കിട്ടും, ഇങ്ങനൊരു തിങ്കിങ് ഉണ്ടോ. അപ്പം ഒന്ന് നിനക്കെൻ്റെ വീട്ടിലെ അവസ്ഥകൾ അറിയാമല്ലോ. അങ്ങനെ എല്ലാ സ്ത്രീധനം തരാനോ അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല. എനിക്ക് എന്തുണ്ട് അത് തരും. പിന്നെ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റത്തിലല്ല ഞാൻ വളർന്നതും എൻ്റെ പാരൻസ് എന്നെ വളർത്തിയതും ഞങ്ങളുടെ കുടുംബക്കാർ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഹാപ്പിനെസ്സിന് സന്തോഷത്തിന് എന്നെ എന്തെങ്കിലും ഇട്ട് ഇറക്കി വിടുന്നല്ലാതെ അത് നിങ്ങൾക്ക് ഉള്ളൊരു സ്ത്രീധനമായിട്ട് കാണത്തില്ല. പിന്നെ എന്നെക്കുറിച്ച് നീ നിൻ്റെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എനിക്കൊരാൾ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ സംസാരിക്കുമ്പം നീ നല്ല സീരിയസ് ആയിട്ട് സംസാരിക്കണം. അതായത് കല്യാണത്തിന് ശേഷം അവർ ഈ കൊച്ചിനെയാണല്ലോ കെട്ടിച്ചത്, ഇത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന അങ്ങനത്തെ ഒരു ഇതിന് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഫാമിലി ഇതിൽ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നീ നിൻ്റെ അച്ഛനോടും അമ്മേനോടും ഫാമിലിയോടും, കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യരുതല്ലോ. ആദ്യമേ ഇങ്ങനെ പറയണം, അവൾ മലബാർ ഏരിയയിൽ നിന്നാണ്, വയനാട്ടിൽ നിന്നാണ്, നമ്മുടെ നാട്ടിലെ പോലെ സ്ത്രീധന പ്രക്രിയ ഇപ്പോൾ ഈ ചടങ്ങുകളും കാര്യങ്ങളൊന്നും അവരുടെ വീട്ടിലില്ല, അവരുടെ നാട്ടിലില്ല. പിന്നായിരുന്നു സ്ത്രീധന നമ്മുടെ നാട്ടിലില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അതാണ് പറയുന്നത്. പിന്നെ എനിക്ക് പറയാം, അവളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ കാനഡയിലാണ്. പക്ഷേ ചേട്ടൻ ഇതുവരെ, അപ്പം നമ്മുടെ കല്യാണത്തിന് ചിലപ്പം ക്ലച്ച് പിടിക്കുകയായിരിക്കും. അത് പറയണമെന്നില്ല, ചേട്ടനെക്കുറിച്ച് പറയണമെന്നില്ല, കാനഡയിലാണെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അച്ഛൻ, അമ്മ വീട്ടിൽ തന്നെയാണ്. അച്ഛനൊരു ഹോട്ടലുണ്ട്, അതിൽ തട്ടിയും മുട്ടിയാണ് പോകുന്നത്. അതിലുള്ള വരുമാനം കൊണ്ട് എന്നെയും ചേട്ടനെയും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു. അല്ലാതെ തരാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടിലാണ്, ഈഴവരാണ്, അതും പറയണം. അച്ഛന് പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അച്ഛൻ നായരാണെങ്കിലും, പക്ഷേ ഞങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് വൈസ് വി ആർ ഓൾ ഈഴവേഴ്സ്. മേ ബി കല്യാണം കാലിച്ച് വരുമ്പോൾ അച്ഛനെങ്കിൽ പറയും ഞങ്ങളൊക്കെ നായരാന്നൊക്കെ ചിലപ്പോൾ അച്ഛൻ പറയായിരിക്കും, അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഈഴവർ ലിസ്റ്റിലാണ്. നമ്മൾ ഈ NSS നായർ ആ പരിപാടിൻ്റെ ഇതിലൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കുറേ കാലമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയോ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതാവും. നമ്മുടെ ഇഷ്ടം കാണുമ്പോൾ മേ ബി എല്ലാവരും നമ്മളെ കല്യാണം കഴിക്കാനൊക്കെ സമ്മതിക്കായിരിക്കും. പക്ഷേ കല്യാണം കഴിച്ചിട്ടൊരു ജീവിതത്തിൽ ഒരിക്കലും ഇവർ അത്ര സ്ത്രീധനം തന്നില്ല, ഇവരിങ്ങനെ എല്ലാവരുടെയും ആ കണ്ണും കൊണ്ടുള്ളൊരു നോട്ടം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നീ കല്യാണത്തിന് മുന്നേ എല്ലാം ഇവരിങ്ങനെയാണ്, ഇവരുടെ സിസ്റ്റം ഇങ്ങനെയാണ്, അവരങ്ങനെ ഡൗറി ഒന്നും കൊടുക്കുന്ന ടീമില്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അവർ വരികയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ നീയോ നിൻ്റെ വീട്ടുകാരോ ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. മേ ബി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നോർമൽ കൊല്ലം ട്രിവാൻഡ്രം സൈഡിലെ കല്യാണത്തിനൊരു പ്രൊസീജിയർ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇത്രേ ഉള്ളൂ. ലവ് യു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടെ നേരിട്ട് നമ്മളെന്തായാലും കല്യാണം കഴിയും, അത് വേറൊരു കാര്യം. പക്ഷേ അത് ആരുടെയും വെറുപ്പിയിട്ട് ആരുടെയും ഇതൊന്നും ഇല്ലാതെ നല്ല ബ്ലെസ്സിങ്ങോടെ ജില്ലായിട്ട് നടത്താനുള്ള ഒരു ഇതിൻ്റെ ഭാഗമായി ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിയതാണ് ഇത്രയും. ഇപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലിപ് ടിൻ്റ്. മുടി നീണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. 9 മിനിറ്റായി.